പ്രിയമുള്ളവർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന ടോപ്പിക്കിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്ന ഭാഗം നമ്മൾ പഠിച്ചായിരുന്നു. അത് നമ്മൾ കണ്ടു എന്താണ് ലിങ്കേജ്, എന്താണ് റീകോമ്പിനേഷൻ എന്നത് നമ്മൾ മനസ്സിലാക്കി. ലിങ്കേജ് എന്ന് പറയുന്നത് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം. ഒരു ക്രോമസോമിൽ കാണുന്ന ജീനുകൾ തമ്മിലുള്ള ഫിസിക്കൽ അസോസിയേഷനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് വിളിച്ചത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതുപോലെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് ജനറേഷൻ ഓഫ് നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻ ആണ്. നിലവിൽ പേരൻസിൽ ഇല്ലാത്ത ചില പുതിയ കോമ്പിനേഷനുകൾ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലിങ്കേജ്, റീകോമ്പിനേഷൻ ഈ രണ്ട് ടേമുകളും നമ്മൾ മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് ഒരു എക്സാമ്പിളാണ് നമുക്കിവിടെ ഇനി പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ കണ്ടു മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ്സ് found that even when genes were grouped on the same chromosome, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരേ ക്രോമസോമിൽ തന്നെയാണ് ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ സം ജീൻസ് വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ്. ഇത് നമ്മൾ പഠിച്ചാണ്. സം ജീൻസ് വെയർ വെരി ടൈറ്റ്ലി ലിങ്ക്ഡ്, ചിലത് വളരെ ടൈറ്റ് ആയിട്ടായിരിക്കും ലിങ്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത? ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ആണെങ്കിൽ ദേ ഷോഡ് വെരി ലോ റീകോമ്പിനേഷനുള്ള ചാൻസ് കുറയും. അതായത് വളരെ അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന ജീനുകളാണെങ്കിൽ അവ തമ്മിലുള്ള റീകോമ്പിനേഷൻ റേറ്റ് കുറവായിരിക്കും. ഇവിടെ നമ്മൾ അതിൻ്റെ എക്സാമ്പിളായിട്ടാണ് ക്രോസ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. He found that the genes white, W എന്ന് പറയുന്ന ജീനും, ആൻഡ് യെല്ലോ, Y എന്നിവർ ഇവ രണ്ടും വെരി ടൈറ്റ്ലി ലിങ്ക്ഡ് ആണ്. അതുകൊണ്ട് അവ നമ്മളെ റീകോമ്പിനേഷൻ 1.3% ആണ്. അതാണ് നോക്കുന്നത്. അതായത് രണ്ട് ജീനുകളാണ് WY എന്നിവ ഒരു ക്രോമസോമിലെ രണ്ട് ജീൻ. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതാണ്. ഈ രണ്ട് ജീനുകളും വളരെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീൻസ് ആയതുകൊണ്ട് അവ തമ്മിലുള്ള റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് വെറും 1.3% ആണ്. അത് നമുക്കൊരു ക്രോസിലൂടെ കാണാം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ കണ്ടതാണ്. ഒന്നുകൂടി വ്യക്തമായി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ തന്നെ നോക്കുക. ഇവിടെ നമ്മൾ ക്രോസ് എ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ പാരന്റൽ ക്രോമസോംസ് എന്ന് പറയുന്നത് ഫീമെയിലിന്റെ ക്രോമസോമാണ്. ഇവ രണ്ടും നമ്മൾ നേരത്തെ പഠിച്ചു. ഇത് രണ്ടും എക്സ് ക്രോമസോമുകളാണ്. മെയിലിൽ വരുമ്പം ഒന്ന് എക്സും ഒന്ന് വൈ ക്രോമസോമാണ്. ഇങ്ങനെ മാറ്റി കൊടുത്തത്. ഇത് വൈ ക്രോമസോമാണ്. അപ്പോൾ രണ്ട് എക്സ് ക്രോമസോമുകളാണ് രണ്ട് എക്സ് ക്രോമസോമുകളാണ് ഫീമെയിൽ ഡ്രോസോഫിലുള്ളത്. എന്നാൽ ഒരു എക്സ് ക്രോമസോം ഒരു വൈ ക്രോമസോമാണ് മെയിൽ ഡ്രോസോഫിലുള്ളത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആദ്യമായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ജീനുകൾ ക്രോമസോമുകളിലൂടെ വ്യാപനം ചെയ്യുന്നതിനോടൊപ്പം അവയുടെ സെക്സ് കൂടി നമ്മൾ നിർണ്ണയിക്കേണ്ടതായി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത്തേൽ ഫീമെയിലായിട്ട് വരുന്നതിൻ്റെ എക്സ് ക്രോമസോമിൽ നമ്മൾ പറഞ്ഞു YW എന്നീ രണ്ട് ജീനുകളാണുള്ളത്. രണ്ട് എക്സ് ക്രോമസോമുകളിൽ മാത്രമേ ഇത്തരം ജീനുകൾ അടങ്ങിയിട്ടുള്ളൂ. എന്നാൽ മെയിലിൽ നമ്മൾ എടുത്തത് വൈൽഡ് ടൈപ്പാണ്. നമ്മൾ പറഞ്ഞു എന്താണ് യെല്ലോ, വൈറ്റ് എന്നിവയുടെ ഡോമിനന്റ് ക്യാരക്ടർ. ഇത് സൂപ്പർ സ്ക്രിപ്റ്റായിട്ട് എഴുതുന്നത് ഡോമിനന്റിനെയാണ് സൂചിപ്പിക്കുന്നത്, ഈ പ്ലസ് എന്നിട്ടേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്തായിട്ടാണ് പറഞ്ഞത്? യെല്ലോ, വൈറ്റ് എന്നുള്ളത് ബ്രൗൺ ആൻഡ് റെഡ് ആണ്. ബ്രൗൺ ബോഡീഡ്, റെഡ് ഐഡ്, അതാണ് നമ്മൾ വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടിനെയും കൂടെയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാം തലമുറ പേരന്റിലായിട്ട് YW എസ് ക്രോമസോമുകളും Y+W+ എന്ന് പറയുന്ന എസ് ക്രോമസോമും വൈ ക്രോമസോമിൽ ജീനുകളില്ലാത്തതുകൊണ്ട് വൈ ക്രോമസോമിൽ അങ്ങനെ തന്നെയാണുള്ളത്. ഇവ രണ്ടും ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒന്നാം തലമുറ അതായത് F1 ജനറേഷൻ ലഭിക്കുമെന്ന് നോക്കാം. F1 ജനറേഷനിൽ എങ്ങനെയായിരിക്കും വരിക? അതായത് ഇവിടുത്തെ ഈ YW ഉള്ള എക്സ് ക്രോമസോം Y+W+ ഉള്ള എസ് ക്രോമസോമുമായി ചേരുകയാണെങ്കിൽ YW എന്ന് പറയുന്ന എസ് ക്രോമസോമും Y+W+ എന്ന് പറയുന്ന എക്സ് ക്രോമസോം കൂടി ചേരുന്നു. കണ്ടില്ലേ? ഇതാണ് ഒന്നാമത്തെ കേസ്. ഇതെന്തായിരിക്കും? ഇത് ഫീമെയിൽ ആയിരിക്കും. കാരണം രണ്ടും എക്സ് ക്രോമസോമുകളായതുകൊണ്ട് ഇത് ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ ഇതിലൊന്നിൽ YW എന്ന് പറഞ്ഞിരുന്നു, മറ്റേത് Y+W+ ആണ്. സ്വാഭാവികമായിട്ട് ഇതെന്തായിരിക്കും? വൈൽഡ് ടൈപ്പ്. രണ്ടും ഒരു ഡോമിനന്റ് ജീൻ ഉള്ളതുകൊണ്ട് ഇതായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്തായിട്ട് വരും? വൈൽഡ് ടൈപ്പായിട്ട് വരും. അതായത് ബ്രൗൺ, റെഡ് ആയിട്ട് വരും. നമ്മൾ വൈൽഡ് ടൈപ്പ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ പഠിക്കാം. ഇനി രണ്ടാമത്തെ ക്രോസ് എങ്ങനെ വരും? ഇത് വൈ ക്രോമസോമായിട്ടാണ് ചേരുന്നതെങ്കിൽ രണ്ട് എക്സ് ക്രോമസോം രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഏതായാലും മതി. ഇപ്പോൾ ഈ എക്സ് ക്രോമസോമാണ് വൈയുമായിട്ട് ചേരുന്നതെങ്കിൽ എക്സ് ക്രോമസോം ഇത്, വൈ ക്രോമസോം ഇത്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് മെയിലായിരിക്കും. അപ്പോൾ ഇവിടെ വൈയും W ആണ് വരുന്നത്. അതുകൊണ്ട് അത് യെല്ലോ വൈറ്റ് ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഫീമെയിൽ യെല്ലോ വൈറ്റ് ആയിരുന്നു, മെയിലായിരുന്നു വൈൽഡ് ടൈപ്പ്. F1 ജനറേഷൻ വരുമ്പോൾ ഫീമെയിൽ വൈൽഡ് ടൈപ്പായി, മെയിൽ യെല്ലോ വൈറ്റ് ആയി. ഇതാണ് F1 ജനറേഷൻ. ഇനി ഇവയാണ് നമ്മൾ അടുത്ത ക്രോസിലേക്ക് കൊണ്ടുപോകുന്നത്. അതായത് F2 ജനറേഷനാണ്. ഇതാണ് F2 ജനറേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള കോമ്പിനേഷനുകളാണ്. ആദ്യം നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ അതിവിടെ എഴുതിയിരിക്കുന്ന എക്സാമ്പിൾ ആ ക്രമത്തിൽ പറയുകയാണ്. ഈ Y+W+ എന്ന് പറയുന്ന എക്സ് ക്രോമസോം, ഇതിലെ Y+W+ എന്ന് പറയുന്ന എക്സ് ക്രോമസോം ഈ ക്രോമസോമുമായി ചേരുകയാണെങ്കിൽ, അതായത് വൈ ക്രോമസോമുമായി ചേരുകയാണെങ്കിൽ Y+W+ഉം വൈ കൂടെ ചേരുന്നു. അതാണ് ഇവിടെ ഒന്നാമതായി കൊടുത്തിരിക്കുന്നത്. Y+W+ഉം വൈ ക്രോമസോമും കൂടെ ചേരുന്നു. എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ഇത് മെയിലാണ്, വൈൽഡ് ടൈപ്പാണ്. കാരണം രണ്ടും സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് വൈൽഡ് ജീനുകളാണ്. അതാണ് ഒന്നാമത്. ഇനി രണ്ടാമത്തെ ക്രോസ് എങ്ങനെയാണ്?
ഈ ഇത് YW എന്ന് പറയുന്നത് ഇതാണ് Y ക്രോമസോമായിട്ട് ചേരുന്നെങ്കിൽ, YW ഇതും കൂടെ ചേരുന്നു, ഇത് രണ്ടും കൂടിയാണ് ചേരുന്നതെങ്കിലോ YW ഇത് Y ക്രോമസോം, ഇതും മെയിലായിരിക്കും. അപ്പോൾ 2 മെയിലുകൾ ഉണ്ടാവും. ഒന്ന് ഇവ രണ്ടും കൂടെ ചേരുന്നൊരു മെയിലും ഇത് രണ്ടും കൂടെ ചേരുന്നൊരു മെയിലും. ഇനി ഫീമെയിലിലേക്ക് വരുമ്പോൾ താഴോട്ടാണ് നോക്കേണ്ടത്. ഫീമെയിൽ തിരിച്ചു വരും. എങ്ങനെയാണ്? ഈ ശരിക്കും പറഞ്ഞാൽ ഈ Y+W+ എന്ന് പറയുന്നത് ഇതുമായിട്ട് ചേരുന്നു. Y+W+ YW ഇതാണ് Y+W+ YW, കണ്ടല്ലോ, ഇതാണ് ഒരെണ്ണം. പിന്നെ എങ്ങനെ വരാം? ഈ YW ഇതും കൂടി ചേരുന്നു, രണ്ടും YW യെല്ലോ വൈറ്റ്. അപ്പോൾ ഇങ്ങനെ 2 തരത്തിലുള്ള ഫീമെയിലും കിട്ടും. ഇത് നോർമൽ ക്രോസ് ആണ്. ഇതെല്ലാം പേരന്റൽ ടൈപ്പാണ്, ഡയറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇത് പേരന്റൽ ടൈപ്പാണ്. അപ്പോൾ ആകെയുള്ളതിന്റെ 98.7%ഉം പേരന്റൽ ടൈപ്പ് ആയിരിക്കും. ഇത്രയാണ് പേരന്റൽ ടൈപ്പ്. F2 ജനറേഷൻ കിട്ടുന്ന പേരന്റൽ ടൈപ്പുകളാണിവ. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി വെക്കുക. എങ്ങനെയൊക്കെയാണ് വരുന്നത് ഓർക്കുക. ഇത് രണ്ടും കൂടി ചേർന്നൊരു മെയില്, ഇത് രണ്ടും കൂടി ചേർന്നൊരു മെയില്, അതുപോലെ ഇത് രണ്ടും കൂടി ചേർന്നൊരു ഫീമെയിൽ, ഇത് രണ്ടും കൂടി ചേർന്നൊരു ഫീമെയിൽ. ഇങ്ങനെയാണ് ഇത്രയും ഫ്ലൈസ് ഉണ്ടാകുന്നത്. അതിൻ്റെ ജീനുകൾ അതേപോലെ തന്നെ നമ്മൾ ക്രോസ് ചെയ്താൽ മതി. Y+W+ഉം Y+W+ഉം Y ക്രോമസും കൂടെ വരണം, YWയും Y ക്രോമസും കൂടെ വരണം. അത് രണ്ടും മെയില്. ഇനി ഈ അടുത്ത് വരുന്ന Y+W+ഉം YWയും കൂടി ചേർന്നൊരു ഫീമെയിൽ, പിന്നെ YWയും കൂടി ചേർന്നൊരു ഫീമെയിൽ. ഇങ്ങനെയാണ് നമുക്ക് പിന്നെ 4 ഈ വേറെ കിട്ടുന്ന 2 മെയിലും 2 ഫീമെയിലും. ഇത് പേരന്റലാണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കുക. ഇതിനെയാണ് നമ്മൾ റീകോമ്പിനന്റ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി വരാവുന്നത് ഇവയിലെ ഒരു ജീന് ശരിക്കും ക്രോസിംഗ് ഓവർ വഴി മാറിപ്പോവുകയാണെങ്കിൽ റീകോമ്പിനന്റ് ടൈപ്പ് അപ്പോഴാണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഒന്നാമത് നമ്മൾ കണ്ട പേരന്റൽ ടൈപ്പിൽ ഈ Y+W+ എന്നിവയിൽ ഏതെങ്കിലും ഒരു ജീൻ, ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് YW+ എന്ന് പറയുന്ന ജീനാണ്, അതിന് പകരം ഇവിടെ W എന്ന് പറയുന്ന ജീൻ ആണ് മാറി വരുന്നത്. ക്രോസിംഗ് ഓവർ നടന്ന് ഒരു ജീൻ മാറി വരികയാണെങ്കിൽ ഉണ്ടാകുന്ന ജീവി. അപ്പോൾ എന്ത് പറ്റും? നമുക്ക് ഇതേ ക്രോസ് തന്നെ, ഇത് റീകോമ്പിനന്റ് എന്ന് പറയുന്നതാണ്, വ്യത്യസ്തം ആയതുകൊണ്ടാണ്. ഇതിൻ്റെ തന്നെ റീകോമ്പിനന്റ് ടൈപ്പാണ്. Y+W+ എന്നുള്ളതിന് പകരം Y+W, ഈ ഒരു ജീന് മാറി വന്നു. അത് ഈ ജീന് വൈറ്റ് ആയിരിക്കും. ഇതെന്തായിരിക്കും? ഇത് ശരിക്കും ബോഡി എന്ന് പറയുന്നത് ബ്രൗൺ ബോഡി ആയിരിക്കും, അല്ലേ? അങ്ങനെ കിട്ടുന്നത് ഇതൊന്നും. ഇനി രണ്ടാമത്തെ നോക്കുക. രണ്ടാമത്തെ ഇത് തന്നെ. ഇവിടെ 2 ജീനുകളും എങ്ങനെയാണ്? 2 ജീനുകളും റെസസീവ് ജീനുകളാണ്. അതിൽ ഒന്ന് ഇവിടെ ഡോമിനന്റ് ജീനായി, W+ ഡോമിനന്റ് ആയി. ഇതിൻ്റെ തന്നെ ഡോമിനന്റ്. ഇവിടെ Y ഡോമിനന്റ് ആയി വന്നു, ഇവിടെ W ഡോമിനന്റ് ആയി വന്നു. അപ്പോൾ അത് ഇവിടെ യെല്ലോ എന്ന് പറയുന്നത് ഇതിൻ്റെ യെല്ലോ ആണ്, ഇത് റെഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് 2 റീകോമ്പിനന്റ് ടൈപ്പായി കിട്ടി. ഇനി അടുത്തത് നോക്കുക. അടുത്തതേപോലെ ഇവിടെ Y+W+ ഉണ്ട്, അത് ഒരെണ്ണം മാറുന്നു. അപ്പോൾ എന്ത് പറ്റി? Y+ മാത്രം. അപ്പോൾ W അതേപോലെ നിൽക്കുന്നു. അപ്പോൾ ഇത് വൈറ്റ് ആണ്, ഇത് ശരിക്കും എന്തായാലും ബ്രൗൺ ബോഡി ഇടാം, കാരണം ഇത് ഡോമിനന്റ് ഇതാണ്, അതുകൊണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ഇതിൻ്റെ ഇപ്പം ഇത് രണ്ടും കോമൺ ആണ്. അപ്പോൾ അതിൽ ഒരെണ്ണം മാറുന്നു. അപ്പോൾ Y എന്നുള്ളത് W+ ആയി. W+ ആകുമ്പോൾ ഇത് യെല്ലോ ആണ്, ഇത് റെഡ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇതിനെയാണ് റീകോമ്പിനന്റ് ടൈപ്പ് എന്ന് പറയുന്നത്. റീകോമ്പിനന്റ് 1.3% ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട പെർസെൻറ്റേജ് നിങ്ങൾ പഠിക്കാൻ പരീക്ഷ ആ പെർസെൻറ്റേജ് ചോദിക്കാറുണ്ട്. പേരന്റൽ ടൈപ്പ് 98.7%ഉം റീകോമ്പിനന്റ് ടൈപ്പ് വെറും 1.3% മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമൽ ക്രോസിൽ ഇങ്ങനെ നടക്കുകയാണ്. ജീനുകൾ ടൈറ്റ് ലിങ്ക്ഡ് ആണ്, അടുത്തടുത്ത് ചെയ്യുന്ന ജീനുകളാണ്. ജീനുകൾ വളരെ ടൈറ്റ് ലിങ്ക്ഡ് ആണ്. അങ്ങനെയുള്ള ക്രോസ് ഞാൻ നമ്മളിവിടെ പറഞ്ഞത്, അതാണ് നമ്മൾ ക്രോസ് എ ആയിട്ട് എടുത്തത്. അങ്ങനെ ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളാണെങ്കിൽ അവ തമ്മിലുള്ള പെർസെൻറ്റേജ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് 1.3% ആയിരിക്കും. ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ക്രോസ്. ഇത് ക്രോസ് നന്നായി ശ്രദ്ധിച്ച് പഠിക്കുക. എന്താണ് ഇവിടെ മാറ്റം നോക്കുക. ഇവിടെ വരുന്നതിൻ്റെ ഒരു ജീന് മാറി വരുന്നത്, ഒന്ന് ഡൊമിനൻറ്റും ഒന്ന് റെസസീവ് ജീനും. എല്ലാത്തിലും അങ്ങനെയാണ്. ഇവിടെ എന്താണോ കിട്ടിയത് അതിൻ്റെ ഒരു ജീൻ ഡൊമിനൻറ്റും ഒന്ന് റെസസീവ് ആക്കി മാറ്റുന്നു. അങ്ങനെയാണ് കിട്ടുക. മുകളിലത്തെ ഒരു ക്രോമസോം മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈപ്പ് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ക്രോസ്. ഇനി നമ്മൾ രണ്ടാമത് പറയുന്ന ക്രോസ് എന്ന് പറയുന്നത് മോർഗൻ ആൻഡ് ഹിസ് ഗ്രൂപ്പ് ഓൾസോ ഫൗണ്ട് ദാറ്റ് ഈവൻ വെൻ ജീൻസ് വെയർ ഗ്രൂപ്പ്ഡ് ഓൺ ദ സെയിം ക്രോമസോം സം ജീൻസ് വെയർ ലൂസ്ലി ലിങ്ക്ഡ് ആൻഡ് ദേ ഷോഡ് ഹയർ റീകോമ്പിനേഷൻ. അതാണ് ക്രോസ് ബി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ജീനുകൾ കുറച്ച് അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അവ ലൂസ്ലി ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ റീകോമ്പിനേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ദ ജീൻസ് വൈറ്റ് അതിൻ്റെ എക്സാമ്പിളാണ്. വൈറ്റ് W എന്ന് പറയുന്ന ജീനും പിന്നെ മിനിയേച്ചർ M എന്ന് പറയുന്ന ഇവ തമ്മിൽ ചേരുകയാണെങ്കിൽ 37.2% ആയിരിക്കും റീകോമ്പിനേഷൻ. അവരുടെ റീകോമ്പിനേഷൻ റേറ്റ് കൂടുതലായിരിക്കും, 37.2 റീകോമ്പിനേഷൻ. ഇനി അത് നമുക്ക് എങ്ങനെയാണ് ആ ക്രോസ് വരുന്നത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫീമെയിൽ എന്ന് പറയുന്നത് WMB എന്നുള്ള ഇത്. പക്ഷെ എന്താ പ്രത്യേകത? M എന്ന് പറയുന്ന മിനിയേച്ചർ വിങ് W നിന്നും കുറച്ച് അകലെയാണ്. നമ്മൾ Y-യും W അടുത്തടുത്താണ് പറഞ്ഞത്, പക്ഷേ W-M നമ്മൾ കുറേ അകലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്താ പറയുക, ലൂസ്ലി ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ലൂസ്ലി ലിങ്ക്ഡ് ജീൻസാണ്. അതിൻ്റെ വയലറ്റ് ടൈപ്പാണ് W+, M+ എന്നിവ മെയിലിൽ. അപ്പോൾ ഇവിടെ വൈറ്റ് മിനിയേച്ചറുള്ള ഫീമെയിലും വയലറ്റ് ടൈപ്പായിട്ടുള്ള ശരിക്കും മെയിലുമാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക, നേരത്തെ പോലെ തന്നെ ഒരു WM എന്നുള്ള വൈറ്റ് മിനിയേച്ചർ എന്നുള്ള X ക്രോമസോം W+, M+മായി ചേർന്നാൽ എന്തുണ്ടാവും? അതാണ്
ഫീമെയിലായിട്ട് വരിക. അതായത് ഇതിലെ ഒരു എക്സ് ക്രോമസോം ഇതും കൂടി ചേർന്നത് വൈൽഡ് ടൈപ്പ് ഫീമെയിൽ ഉണ്ടാവും. ഇനി രണ്ടാമത് ഇതിലൊരെണ്ണം വൈ ക്രോമസോമായിട്ടാണ് ചേരുന്നതെങ്കിൽ അത് വൈറ്റ് മിനിയേച്ചറുള്ള മെയിലായി വരും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറി അങ്ങോട്ട് എങ്ങനെ ഈ ശരിക്കും വൈറ്റ് മിനിയേച്ചറുള്ള ഫീമെയിൽ ഇവിടെ വരുമ്പോഴത്തേക്കും ശരിക്കും വൈൽഡ് ടൈപ്പ് ഫീമെയിലായി മാറി. അതുപോലെ വൈൽഡ് ടൈപ്പ് ആയിട്ടുള്ള മെയിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ വൈറ്റ് മിനിയേച്ചറുള്ള മെയിലായിട്ട് മാറും. ഈ രീതിയിൽ മാറി. ഇനി ഇതിനെയാണ് നമ്മൾ ഈ ഒന്നാം തലമുറയിൽ ലഭിച്ചത്. ഇത് F1 ജനറേഷനാണ്. അപ്പോൾ F1 ജനറേഷൻ കിട്ടി ഇവയെ നമ്മൾ ക്രോസ് ചെയ്ത് നമുക്ക് F2 ജനറേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. F2 ജനറേഷനിലേക്ക് വരുമ്പം എന്ത് വ്യത്യാസമാണ് വരുന്നത് നോക്കാം. നേരത്തെ ചെയ്ത പോലെ നോക്കുക. ഇവിടെ ഈ W+M+ എന്നുള്ള എസ് ക്രോമസോം ഈ വൈ ക്രോമസോമായിട്ട് ചേരുന്നു. ഇത് രണ്ടും കൂടെ W+M+ഉം വൈ ക്രോമസോം കൂടി ചേരുന്നു. W+M+ വൈ ക്രോമസോം ഇവ തമ്മിൽ ചേരുന്നു. അപ്പോൾ ഒരു വൈൽഡ് ടൈപ്പ് നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഇവിടെ ഒന്നാമത്തെ ക്രോസിൽ നമ്മൾ പറഞ്ഞു ഈ W+M+ എന്നുള്ള എക്സ് ക്രോമസോം ഈ വൈ ക്രോമസോമുമായി ചേർന്ന് വൈൽഡ് ടൈപ്പുള്ളൊരു മെയിൽ ഉണ്ടാവും. അതുപോലെ ഈ WM എന്നീ എസ് ക്രോമസോം വൈ ക്രോമസോമായി ചേർന്ന് വൈറ്റ് മിനിയേച്ചർ വിങ് ഉള്ള ഒരു മെയിലും ഉണ്ടാവും. ഇത് രണ്ടും അപ്പോൾ മെയിലാണ്. മനസ്സിലായല്ലോ? ഇവ രണ്ടും കൂടെ ചേർന്ന് വരണം, ഇത് രണ്ടും കൂടെ ചേർന്ന് അങ്ങനെ രണ്ട് മെയിലായി. ഇനി ഫീമെയിൽ എങ്ങനെ വരും? ഫീമെയിൽ എന്ന് പറയുന്നത് പോലെ തന്നെ W+M+ ഉള്ളതും ഈ WM ഉള്ളതും കൂടെ ചേർന്ന് ഒരു വൈൽഡ് ടൈപ്പ് ഫീമെയിൽ വരും. പിന്നെ ഈ രണ്ടാമത് WM കൂടെ ചേർന്നുള്ള വൈറ്റ് മിനിയേച്ചർ വിങ് ഉള്ള ഒരു ഫീമെയിലും വരും. അപ്പോൾ നമുക്ക് അവിടെ കണ്ടതുപോലെ തന്നെ പേരൻ്റൽ ടൈപ്പ് അല്ല ഇതുപോലെ. പക്ഷേ ഇവിടെ പേരൻ്റൽ ടൈപ്പ് 62.8% എന്നാണ് പറയുന്നത്. അത്രയും ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് റീകോമിനൻ്റ് ടൈപ്പാണ്. നേരത്തെ ചെയ്ത പോലെ റീകോമിനൻ്റ് ടൈപ്പ് വരുമ്പോൾ എന്താ ഒരു ജീൻ മാറും. ഇപ്പോൾ W+M+ എന്നുള്ളതിൽ ഒന്ന് W+ ആയി ഇത് M ആയി. അപ്പോൾ മിനിയേച്ചർ വിങ് ഉള്ള ഒരു ഇതാണ് മിനിയേച്ചർ വിങ് ഉള്ളത്. ഇത് വൈൽഡ് ടൈപ്പായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. അപ്പോൾ അത് ഒന്നാമത്തെ കിട്ടി. ഇനി രണ്ടാമത്തിൽ അതുപോലെ തന്നെ WM എന്നുള്ളതിൽ ഒരെണ്ണം സൂപ്പർസ്ക്രിപ്റ്റായി അല്ലെങ്കിൽ ഡോമിനൻ്റ് ജീനായി വൈറ്റ് ജീനാണിത്. ഇനി ഇവിടെ മിനിയേച്ചർ എന്നുള്ളതും ഇതിലും അതുപോലെ തന്നെ W+M+ ഉള്ളതിൽ ഒന്ന് W+ മാത്രം ഡോമിനൻ്റ് ജീൻ M റെസീവ് ജീനായി. ഇവിടെ രണ്ടും ഇപ്പോൾ റെസീവ് ജീനാണ്, ഇതൊന്ന് ഡോമിനൻ്റ് ജീനായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ടൈപ്പ്. പക്ഷേ ഇങ്ങനൊരു ടൈപ്പ് 37.2%. ഇങ്ങനെ ജീനുകൾ തമ്മിൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ 37.2% റീകോമ്പിനേഷൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് 2 എക്സാമ്പിൾ നമ്മൾ ലിങ്കേജിൽ കാണുക. അപ്പോൾ ലിങ്കേജ് എന്ന് പറയുന്നത് ദ ഫിസിക്കൽ അസോസിയേഷൻ ഓഫ് ജീൻസ് ഓൺ എ ക്രോമസോം എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് നമ്മൾ ഈ 2 എക്സാമ്പിളുകൾ കാണുന്നത്. അതായത് ജീനുകൾ ടൈറ്റ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ലോ റീകോമ്പിനേഷൻ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് നമ്മൾ പറഞ്ഞത് യെല്ലോ വൈറ്റ് എന്നീ 2 ജീനുകളും ടൈറ്റ്ലി ലിങ്ക്ഡ് ജീനുകളായതുകൊണ്ട് അവ തമ്മിലുള്ള പെർസെൻറ്റേജ് ഓഫ് റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് 1.3% മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഈ WM എന്നീ 2 ജീനുകൾ ലൂസ്ലി ലിങ്ക്ഡ് ആയത് അവ തമ്മിലുള്ള റീകോമ്പിനേഷൻ ഹൈ ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് 37.2 ആണ് അവ തമ്മിലുള്ള റീകോമ്പിനേഷൻ. WM എന്നീ 2 ജീനുകൾ തമ്മിൽ 37.2% റീകോമ്പിനേഷൻ. അവയുടെ അകലം കൂടുതലാണെന്നർത്ഥം. ഇതാണ് നമ്മൾ പെർസെൻറ്റേജ് റീകോമ്പിനേഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീനുകളുടെ അകലം കൂടുന്തോറും അവ തമ്മിലുള്ള ശരിക്കും എന്താ പറയുക റീകോമ്പിനേഷൻ ചാൻസ് ശരിക്കും കൂടിക്കൂടി വരുന്നു എന്നർത്ഥം. അതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വേറൊന്ന് മോർഗൻ സ്റ്റുഡൻറ്റ് ആൽഫ്രഡ് സ്റ്റോട്ട് ഇവൻറ്റ്. അതൊരു പ്രത്യേകത. മോർഗൻ്റെ ഒരു വിദ്യാർത്ഥിയായ ആൽഫ്രഡ് സ്റ്റോട്ട് ഇവൻറ്റ് യൂസ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയർസ് ഓൺ ദ സെയിം ക്രോമസോം ആസ് എ മെഷർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് ആൻഡ് മാപ്പ് ദെയർ പൊസിഷൻ ഓൺ ദ ക്രോമസോം. ഇപ്പോൾ നമ്മളിവിടെ 3 ജീനുകൾ കണ്ടു. ഏതൊക്കെയാണ്? WM എന്നിങ്ങനെയൊക്കെയുള്ള ജീനുകൾ കണ്ടു. ഈ ജീനുകൾ ഏത് ക്രമത്തിലായിരിക്കും ക്രോമസോമിൽ കാണുക എന്നുള്ളത് മാപ്പ് ചെയ്യാൻ വേണ്ടി മോർഗൻ്റെ സ്റ്റുഡൻ്റായ ആൽഫ്രഡ് സ്റ്റോട്ട് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് കൊണ്ടുവന്നു. അതായത് 2 ജീനുകൾ തമ്മിലുള്ള അകലം നോക്കിയിട്ട് അവയുടെ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അവയെ നമുക്ക് ക്രോമസോമിൽ മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് ഈ ആൽഫ്രഡ് സ്റ്റോട്ട് ഇവൻറ്റ് കണ്ടെത്തിയത്. അതായത് അദ്ദേഹം പറയുന്നതാണ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ നോക്കിയിട്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു ഒരിടത്ത് 1.3% ആണ്, മറ്റൊരിടത്ത് 37.2 ആണ്. അങ്ങനെയൊക്കെയുള്ള ഫ്രീക്വൻസി ഡിഫറൻസ് ഉണ്ട്. ആ റീകോമ്പിനേഷൻ നോക്കിയിട്ട് ജീൻ പേഴ്സ് ഒരു ക്രോമസോമിൽ കാണപ്പെടുന്ന ജീൻ പേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് അവയുടെ പൊസിഷൻ നമുക്ക് ആ ക്രോമസോമിൽ മാപ്പ് ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് ക്രോമസോമിൽ എവിടെയാണ് ക്രോമസോമിൻ്റെ ഏത് ഭാഗത്തായിട്ടാണ് ജീനുകൾ ഏത് ക്രമത്തിലാണ് കാണുന്നത് എന്ന് മാപ്പ് ചെയ്യുന്നതിനെയാണ് ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ ജനറ്റിക് മാപ്പിംഗ് എന്ന് നമ്മൾ ഉദ്ദേശിക്കും. ജീനുകളെ നമുക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, പൊസിഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ് മാപ്പ് ചെയ്യുന്നതിനെയാണ് മാപ്പിംഗ് ഓഫ് ക്രോമസോംസ് അല്ലെങ്കിൽ മാപ്പിംഗ് ഓഫ് ജീൻസ് എന്ന് പറയുന്നത്. അതാണ് ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ടുഡേ ജനറ്റിക് മാപ്സ് ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ആസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇൻ ദ സീക്വൻസിംഗ് ഓഫ് ഹോൾ ജീനോംസ് ആസ് വാസ് ഡൺ ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ജീനോം സീക്വൻസിംഗ് പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് പോലെയുള്ള വലിയ പ്രൊജക്റ്റുകളുണ്ട്, മനുഷ്യൻ്റെ ജീനുകളെ അനലൈസ് ചെയ്യുന്ന പ്രൊജക്ട്. അതിലൊക്കെ ഈ ജീനുകൾ തമ്മിലുള്ള അകലം കണക്കാക്കാൻ ഈ സങ്കേതം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും.
ഇപ്പോൾ നമുക്ക് ഈ വർഷത്തെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കിട്ടി തന്നെ ഈ ജീൻ മാപ്പിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിനാണ്. അതൊക്കെ നിങ്ങൾ ഇന്ന് ന്യൂസ് പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ വർഷത്തെ നോബൽ പ്രൈസ്, കെമിസ്ട്രിയുടെ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ ജീനോം മാപ്പിങ്ങിനാണ്. നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്, ആ സമയത്ത് എത്ര. ഇപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഒരു ക്രോമസോമിൽ YW എന്നീ 2 ജീനുകളുണ്ട്, അതുപോലെ M എന്ന് പറഞ്ഞ ജീൻ ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ 3 YWM എന്നിങ്ങനെ 3 ജീനുകളുണ്ടെങ്കിൽ ഇത് 3ന്റെ സ്ഥാനം ഇപ്പം നമ്മളിങ്ങനെ കാണുമ്പോൾ YWM എന്ന് കാണുന്നു. കാരണം ഇവിടെ നമ്മൾ നോക്കുന്നത് YW തമ്മിലുള്ള ഡിസ്റ്റൻസും WM തമ്മിൽ, ഇത് 3 ഒന്നിച്ചു വരുമ്പോൾ ഏത് ക്രമത്തിലായിരിക്കും? Yയും Wയും M എന്നുള്ള രൂപത്തിലാണോ, അല്ലെങ്കിൽ YMW എന്നാണോ, അല്ലെങ്കിൽ WMY എന്നാണ്, ഇങ്ങനെയൊക്കെ പല രീതിയിലും വരാം. അതെങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് നോക്കാം, ഇതൊരു ക്രോമസോം ആണെന്ന് കരുതാം. ഈ X ക്രോമസോമിൽ കാണപ്പെടുന്ന 3 ജീനുകളാണ് YWM. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഉദാഹരണത്തിന് YW എന്നീ 2 ജീനുകൾ തമ്മിലുള്ള അകലം 3 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതാം. ഒരു എക്സാമ്പിളാണ്, സെൻറ്റിമീറ്റർ അല്ല, നമ്മൾ ജീൻ മാപ്പ് യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. YW എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും WM എന്നിവ തമ്മിലുള്ള അകലം 7 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അതായത് YW എന്നീ 2 ജീനുകൾ തമ്മിൽ 3 സെൻറ്റിമീറ്ററും W എന്നിവ തമ്മിലുള്ള 7 സെൻറ്റിമീറ്റർ. ഇത് ഫ്രീക്വൻസി റീകോമ്പിനേഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് ആണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ Yയും Mഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് വന്ന് 10 സെൻറ്റിമീറ്റർ ആയിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് അറിയുന്നത് പോലെ റീകോമ്പിനേഷൻ നമുക്കിപ്പോൾ അറിയാമെങ്കിൽ, ഇപ്പോൾ YW എന്നീ 2 ജീനുകളും WM എന്നിവ തമ്മിലുള്ള റീകോമ്പിനേഷൻ നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ YM തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് അങ്ങനെ അറിയാമെങ്കിൽ, ഇവ ഏത് പൊസിഷനാണ് നമുക്ക് അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഉദാഹരണം നമ്മൾ മാത്സിലൊക്കെ ചെയ്യുന്ന പോലെ YW എന്നിവ 3 സെൻറ്റിമീറ്റർ, WM എന്നിവ 7 സെൻറ്റിമീറ്റർ അങ്ങനെയാണെങ്കിൽ YM തമ്മിൽ 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ ഇത് ഏത് പൊസിഷൻ ആയിരിക്കും നമുക്ക് ഇതേപോലെ അറേഞ്ച് ചെയ്ത് എഴുതി കണ്ടുപിടിക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജീൻ മാപ്പിങ്ങിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അവ തമ്മിലുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. YWM എന്നിവ ഈ ക്രമത്തിലാണോ. ഇനി ഇതിൻ്റെ ഇപ്പം അളവുകൾ നമ്മൾ തിരിച്ചു തരുമ്പോൾ നമുക്കിപ്പോൾ വേറൊരു അളവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 10 സെൻറ്റിമീറ്റർ എന്നതിന് പകരം ഇതിപ്പോൾ ഒരു 4 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. Yയും Mഉം തമ്മിലുള്ള അകലം 4 സെൻറ്റിമീറ്റർ ആണെന്ന് കരുതുക. അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് മാറും. അപ്പോൾ ഈ പൊസിഷൻ അങ്ങനെ ആയിരിക്കത്തില്ല. Yയും Mഉം തമ്മിൽ 4 സെൻറ്റിമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും അപ്പോൾ എന്ത് പറ്റും? Yയും Mഉം 4 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ Mൽ നിന്ന് 4 സെൻറ്റിമീറ്റർ ഇപ്പുറത്ത് Y ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ അല്ലേ, Y ഇവിടെ വരും. അപ്പോൾ എന്ത് പറ്റും? Y ഇവിടെ വന്നു കഴിഞ്ഞാൽ Yയും Wയും തമ്മിലുള്ള അകലം 3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ Y വന്നാൽ ഈ Yയിൽ നിന്ന് ഇവിടത്തേക്ക് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ ശരിക്കും WM തമ്മിലുള്ള 7 സെൻറ്റിമീറ്ററും ആവും. അപ്പോൾ അങ്ങനെയും വരാം. നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. തന്നിരിക്കുന്ന അളവിനനുസരിച്ചാണ്, ഫ്രീക്വൻസിയുടെ അളവിനനുസരിച്ച് വ്യത്യാസം വരാം. ഫ്രീക്വൻസി റീകോമ്പിനേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ജനറ്റിക് മാപ്പിംഗ് നടത്തുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായില്ല. അതായത് WM എന്നിവ നമ്മൾ ഇവിടെ 7 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയുന്നു Yയും Mഉം തമ്മിലുള്ള അകലം പിന്നെ ഈ 10 എന്നുള്ളതിന് പകരം Yയും Mഉം തമ്മിൽ 4 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ 4 ഫ്രീക്വൻസി 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ടോട്ടൽ WM തമ്മിൽ 7 ഉണ്ട്, Yയും Mഉം തമ്മിൽ 4 എന്ന് പറഞ്ഞാൽ Mൽ നിന്ന് 4 ഇവിടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഈ ഇവിടെ Y വന്നാൽ ഈ Y നിന്ന് Wയിലേക്കുള്ള ദൂരം 3 ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ 3 തന്നെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അപ്പോൾ എങ്ങനെ വരും? WYM എന്ന ക്രമത്തിൽ. ഇപ്പോൾ നമ്മൾ YWM എന്ന ക്രമത്തിലാണ് ക്രോമസോമിൽ ജീനുകൾ കാണുന്നത്. അത് എങ്ങനെ വേണേൽ വരാം. അത് നമുക്ക് ഈ ഡിസ്റ്റൻസ് നോക്കിയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വൻസി നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയും എന്നാണ് ആൽബർട്ട് സ്റ്റുവർട്ട് ഇവൻ്റെ കണ്ടെത്തിയത്. ഇതിനെയാണ് നമ്മൾ ജീൻ മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്നതിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇത്രയാണ് നമുക്ക് ഇതിൽ പഠിക്കാൻ. ഓക്കെ.